മനുഷ്യൻ പരിണമിച്ച് വേറെ ഏതെങ്കിലും ജീവി ആകാനുള്ള സാധ്യതയുണ്ട്? നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി പെട്ടെന്ന് പരിണമിച്ച് വേറൊരു ജീവി ആവുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഓരോരോ ചിത്രങ്ങൾ എടുത്ത് വെക്കുക. ആ കുട്ടിയെ ആദ്യത്തെ ഒരു 10 ദിവസത്തേക്കുള്ള ആ ചിത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തതും 10ാമത്തതും ഒരു കുഞ്ഞാണെന്ന് പറയാൻ പറ്റും. പക്ഷേ അതേ കുഞ്ഞ് തന്നെ 20 വയസ്സിലുള്ള ചിത്രമാണ് നിങ്ങൾ ഇടയ്ക്ക് പിക്ക് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആ കുട്ടിയുടെ ആ പ്രായം ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആദ്യത്തെ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. വ്യത്യാസം ഗ്രാജുവൽ ആണ് എന്ന് പറയാം, അല്ലേ? അങ്ങനെ എല്ലാ ജീവിതാവസാനം വരെയുള്ള എല്ലാ ചിത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് ഒരു പിടി ചിത്രങ്ങൾ എടുത്താലും ഇത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റും. അത്ര സ്മൂത്ത് ആൻഡ് ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ചില ഘട്ടങ്ങളിൽ മാത്രം കുറച്ച് കൂടുതൽ വ്യത്യാസം കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ജീവി മാറി വേറൊരു ജീവിയാകുന്നത്. അപ്പോൾ മനുഷ്യൻ പരിണമിക്കുമെന്ന് വെച്ചാൽ മനുഷ്യൻ പരിണമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ തലമുറകൾ കഴിയുമ്പോഴും വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പരിണമിച്ച് വേറൊരു ജീവിയാവുമെന്ന് നോക്കിയ ആ ജീവിയുടെ ഡെഫിനേഷനകത്ത് എന്തൊക്കെ വരും? അപ്പോൾ മനുഷ്യന് കുറെ സ്വഭാവങ്ങളുണ്ട്. അപ്രൈറ്റ് ആയിട്ട് നടക്കുക, മുമ്പോട്ട് ഫേസ് ചെയ്യുന്ന കണ്ണുകൾ, ചെവിയുടെ ഷേപ്പ്, മൂക്ക് താഴോട്ടാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡെഫിനേഷനും വരികയാണെന്നുണ്ടെങ്കിൽ